മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് വീണ്ടും നീങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു, ചരക്ക് കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഇറാനിലേക്ക് അമേരിക്ക വ്യോമാക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി ഇറാൻ. അതുമാത്രമല്ല, ഇറാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും സമയത്തും വെച്ച് ഒരു ആക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഇറാൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്താണെങ്കിലും ഒരു ചെറിയ ആശങ്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് എത്രത്തോളം രൂക്ഷം ആകും എന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇറാൻ തിരിച്ച് അമേരിക്കയുടെ സൈനിക മേഖലകളിലേക്ക് ആക്രമണങ്ങൾ നടത്തുമോ അതോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുമോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ സമാധാനത്തിലേക്ക് ഈ മേഖല എത്തിയിരുന്നു. പക്ഷേ വീണ്ടും അസമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. ഈ പശ്ചിമേഷ്യയിലെ ഈ ആക്രമണം ഇപ്പോൾ ആശങ്കകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. US ഇറാൻ ഏറ്റുമുട്ടൽ കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇറാനിലെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ ആണ് അമേരിക്ക ആക്രമണം നടത്തിയത് എന്നാണ് അമേരിക്കൻ സൈന്യം പറയുന്നത്. പിന്നാലെ US സൈനിക കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തിയെന്ന് ഇറാനും പറയുന്നുണ്ട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പിട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുൻപാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ വെടിനിർത്തൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഡോക്ടർ അഭിലാഷ് ജി രമേശ് അദ്ദേഹവും കൂടി ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഞാൻ എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. പറഞ്ഞു. യെസ്. ഓക്കെ, നമുക്ക് എങ്ങനെ വിലയിരുത്താം? മിഡിൽ ഈസ്റ്റിൽ ആക്രമണം വീണ്ടും അമേരിക്കൻ സൈന്യം ഇറാന് മേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാൻ തിരിച്ചും ആക്രമിച്ചു എന്ന് ഇറാൻ പറയുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം? ഒരു അസമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ അതോ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ആക്രമണമായി വിലയിരുത്താമോ? ഹലോ. ഇതില് പ്രാഥമികമായിട്ട് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ 60 ദിവസത്തെ കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു വെടിനിർത്തലിന് വേണ്ടി മാത്രമാണ് അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടിരുന്നത്. ആ കരാർ ഏകപക്ഷീയമായിട്ട് ലംഘിക്കപ്പെടുകയാണ് വ്യാഴാഴ്ച സിംഗപ്പൂർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കപ്പലിന് നേരെ ഉണ്ടായത്. സോ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഇഷ്യൂ വീണ്ടും ഈ പ്രശ്നം ഇത്രയധികം രൂക്ഷമായിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സോ അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇറാൻ 60 ദിവസത്തെ കണ്ടീഷണൽ MOU അല്ലെങ്കിൽ ഒരു വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടുള്ള മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വയലേഷനാണ് നടത്തിയിട്ടുള്ളത്. അതും ഈ പ്രശ്നത്തിൽ യാതൊരു തരത്തിലും പങ്കില്ലാതിരുന്ന സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത ഒരു ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണം, അത് ഒമാനിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇറാന്റെ IRGCയുടെ ഈ സമാധാനമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയിരുന്ന ക്ലെയിംസ് എല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ അപ്രായോഗികമായി മാറുകയും അതോടൊപ്പം തന്നെ യുദ്ധത്തിലേക്ക് വീണ്ടും ഇറാൻ ജനതയെ വലിച്ചിഴയ്ക്കുന്ന ഒരു സമീപനമാണ് അൺഫോർച്ചുനേറ്റ്ലി ഇവർ എടുത്തിരിക്കുന്നത്. ഹലോ, കേൾക്കാം. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് ഈ ആക്രമണം തുടരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണോ? സമാധാനത്തിലേക്കുള്ള വഴികളെല്ലാം തന്നെ അടയുക തന്നെ ചെയ്യും. ഇന്ന് വൈസ് പ്രസിഡന്റും വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറയുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്തു. അമേരിക്ക ഓൾറെഡി 4 പ്രധാനപ്പെട്ട ഇറാനിയൻ ടാർഗറ്റുകൾ, അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇറാനിയൻ ടാർഗറ്റുകൾ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തു. സോ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാൻ തുടങ്ങി വെച്ച ഈ മൂന്നാമത്തെ സംഘർഷം അവർക്ക് തന്നെ ഒരു വലിയ ബാധ്യതയാവാൻ പോവുകയാണ്. അത് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് ഇനിയും ഇതിൽ നിന്ന് സൈലന്റ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല. കാരണം അമേരിക്ക കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഒരു സമാധാന ചർച്ച ഉണ്ടാവുകയും ആ സമാധാന ചർച്ചയ്ക്ക് നേരെ വീണ്ടും അതിന് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ആ പ്രത്യാക്രമണം തുടങ്ങുക വഴി ഇറാൻ ചെയ്യുന്നത് ഒരു വലിയ മണ്ടത്തരം തന്നെയാണ്. ഇറ്റ്സ് എ ഫൂളിഷ് ഡിസിഷൻ. ഇറ്റ്സ് എ വെരി ഫൂളിഷ് ഡിസിഷൻ ദാറ്റ് ദേ ഹാവ് ടേക്കൻ. മറ്റൊരു കാര്യം
മറ്റൊരു കാര്യം, എന്തുകൊണ്ടായിരിക്കാം ഇറാൻ ഇതുവഴി പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു സമാധാന കരാറിലേക്ക് എത്തി അതിനുശേഷം ആക്രമണം നടത്തുന്നു എന്നുള്ളത് എന്തായിരിക്കാം ഉദ്ദേശിക്കുക? അവിടെ നമുക്ക് ഈ ഒരു പോയിന്റിൽ മനസ്സിലാക്കേണ്ടത്, ഇറാൻ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ്. ഈ ശ്രമം എത്രത്തോളം തുടരുന്നോ അത്രത്തോളം തന്നെ സംഘർഷ സാധ്യതകൾ മുന്നോട്ട് നിൽക്കുകയും ചെയ്യും. നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല, ഇറാനും നഷ്ടപ്പെടാനൊന്നുമില്ല. നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ വികസിത ശക്തികൾ അല്ലെ വികസ്വര ശക്തികളായിട്ടുള്ളവരും ഈ ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിച്ചുകൊണ്ട് മറ്റു അസംസ്കൃത വസ്തുക്കളും എന്താ പറയാ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നവരുമാണ്, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നവരുമാണ്. അപ്പൊ ഇതാണ് ഇതിനകത്ത് ഒരു പ്രാഥമികമായിട്ടുള്ള ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ഒരു വ്യവസ്ഥയിലേക്ക് ഇറാൻ മറ്റു രാജ്യങ്ങളെ കൂടെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് യു എസിനെതിരെ ഒരു സാമ്പത്തിക സമ്മർദ്ദം കൂടി ചെലുത്താനായിട്ട് നടത്തുന്ന ശ്രമമാണ്. പക്ഷെ അത് ബാക്ക് ഫയർ ചെയ്യുക തന്നെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം നമുക്കറിയാം, ഇറാനിൽ നിന്ന് ചില പ്രസ്താവനകൾ ഒരു സമയത്ത് പുറത്തു വന്നിരുന്നു. വെച്ചാൽ ഇറാനിൽ നിന്നുള്ള ഒരു വിദേശകാര്യ വിദഗ്ധൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഇറാന്റെ ഇപ്പോൾ 1-2 ആക്രമണങ്ങൾ ഇറാൻ നടത്തിയാൽ മാത്രം മതി ചരക്ക് കപ്പലുകളുടെ മുകളിലേക്ക് ഈ മേഖലയിലുള്ള, അപ്പോൾ തന്നെ ഇതുവഴിയുള്ള ചരക്ക് നീക്കം അത് കട്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇൻഷുറൻസ് കമ്പനികൾ ഇത് കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് സുരക്ഷ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ചരക്ക് കപ്പലുകൾ ഇത്രയും എക്സ്പെൻസീവ് ആണ്, അവർ തീർച്ചയായിട്ടും ഈ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല എന്ന്. അപ്പോൾ ഈ ആക്രമണം ഇറാൻ ഇങ്ങനെ ഇടയ്ക്ക് നടത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ അമേരിക്ക ഒരു ആക്രമണം നടത്തിയുകൊണ്ട് മാത്രം ഒരുപക്ഷെ ഇത് നേരെ ആകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാമോ? പ്രിസൈസ്ലി. അതായത് മറ്റു രാജ്യങ്ങളെ, അതായത് സാമ്പത്തിക വ്യവസ്ഥയിൽ ഇപ്പൊ വികസ്വര സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുടെ അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ ഹോർമുസ് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് അത്തരം രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുക വഴി അവിടങ്ങളിൽ സാമ്പത്തിക അസ്ഥിരത അല്ലെങ്കിൽ വോളറ്റൈലിറ്റി ക്രിയേറ്റ് ചെയ്യുവാനും അതുവഴി ആ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഈ യുദ്ധത്തിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കാനുള്ള ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വം അമേരിക്കയിലേക്ക് ചാരുക എന്നൊരു നടപടി കൂടി ഇവർ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സമ്പദ് വ്യവസ്ഥകൾ നിലനിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ കൂടി ഒരു മിലിറ്ററി ഇൻവോൾവ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇനി ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് അമേരിക്കയുടെ മാത്രം തലവേദനയല്ല. ഇറ്റ്സ് നോട്ട് എ സ്ട്രാറ്റജിക് ഹെഡേക്ക് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അലോൺ. ഇത് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ആ ഇടനാഴിയുടെ പുറത്ത് രാഷ്ട്രീയ അധികാരമുള്ളതിന്റെ പേരിൽ അതിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കുന്ന നടപടി, ആ നടപടിയാണ് മാറേണ്ടത്. ആ നടപടി എന്ന് മാറുമോ, അല്ലെങ്കിൽ ആ നടപടിയിലേക്ക് മറ്റു രാജ്യങ്ങൾ കൂടി ഇൻവോൾവ് ആവേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങൾ ഇടപെടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമോ? കാരണം നമുക്കറിയാം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു നാറ്റോ രാജ്യങ്ങളെയും അതുപോലെ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെയും എല്ലാം. പക്ഷേ അവരെല്ലാം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സമീപനം സ്വീകരിച്ചു. ഞങ്ങൾ ഇന്ന് കപ്പൽ വിടും, നാളെ കപ്പൽ വിടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്തില്ല. അപ്പോൾ എത്രത്തോളം ഇത് അമേരിക്കയുടെ തലയിൽ വെച്ച് ഒഴിയുന്നതിനും അപ്പുറത്ത് അവർ ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അതായത് യുദ്ധത്തിന്റെ തുടക്കകാലത്ത് നിന്ന് മാറിയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷവും ഇത്തരത്തിൽ ചരക്ക് കപ്പലുകൾക്ക് മേൽ, അത് മറ്റു രാജ്യങ്ങളുടെ വെസൽസിന് നേരെ നടത്തുന്ന ഈ ആക്രമണം വഴി ഇറാൻ ഉദ്ദേശിക്കുന്ന അവരെ സമ്മർദ്ദത്തിലാക്കാണ്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു ന്യൂട്രൽ പൊസിഷൻ അല്ല വേണ്ടത്. ഇപ്പോൾ വേണ്ട ഒരു കോൺഫ്രണ്ടേറ്റീവ് പൊസിഷനാണ്. ആ കോൺഫ്രണ്ടേഷണൽ പൊസിഷനിൽ നിന്നുകൊണ്ട് മാറിയാൽ മാത്രമേ ആ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി നന്നാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യ ആയാലും ചൈന ആയാലും മറ്റേത് രാജ്യമാണെങ്കിലും സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഹോർമുസിനെ ആക്രമണം വഴി അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക തളർച്ച അനുഭവപ്പെടുന്നത് ഒരു റിയാലിറ്റി മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ഇനിയും ഞങ്ങൾ മാറി നിൽക്കാം, ഇത് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ മാത്രം ഒരു തലവേദനയാണ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പ്രായോഗികമായിട്ട് സാധ്യമല്ലാത്തൊരു അവസരം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോ ഇതിലിപ്പം നാറ്റോയുടെ കാര്യത്തിലും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ കാര്യത്തിലും ഒക്കെ തന്നെ അവര് തങ്ങളുടെ അലൈസ്, തങ്ങളുടെ മുഖ്യ പാർട്ട്ണർക്കൊപ്പം നിൽക്കാനുള്ള ആ ഒരു ഒരു രാഷ്ട്രീയ ബോധം പോലും അവർ കാണിച്ചിട്ടില്ല. പക്ഷെ ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തെ ഒഴിവാവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു കാര്യം, ഈ ഇസ്രായേലും ഈ ഹിസ്ബുള്ളയും തമ്മിൽ ഉള്ള ഒരു കരാറ്
ലേക്ക് എത്തി. പക്ഷേ പലപ്പോഴും ഇസ്രായേൽ എന്നുള്ള പ്രസ്താവനകൾ നമുക്കറിയാം ഈ കരാറിലേക്ക് പോകാൻ ഒരു കൂട്ടാക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ ഒറ്റയ്ക്കാണ്, അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്നില്ല, ഇസ്രായേലിന് ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയുണ്ട് എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കരാറ് മുന്നോട്ട് പോകാൻ ഇസ്രായേൽ സമ്മതിക്കുമോ, ഇസ്രായേലിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ? അതായത് പലതവണ ബെന്യാമിൻ നെതന്യാഹു തന്നെ വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരം കരാറുകളെല്ലാം തന്നെ ഇസ്രയേലിന്റെ ദൈനംദിന സുരക്ഷയെ കവർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഇൻവോൾവ് ചെയ്ത് വരുന്നതല്ല. ഇവിടെ ഈ യുദ്ധത്തില് ഇസ്രയേൽ ഒരു പങ്കാളിയാണ്. പക്ഷെ ഇസ്രയേലിന്റെ പ്രധാന സ്ട്രാറ്റജിക് ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ IRGCയുടെ തളർച്ചയോടൊപ്പം തന്നെ IRGCയുടെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തീസിന്റെയും അതുപോലെ ഹെസ്ബുള്ളയുടെയും ഒക്കെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് അവരുടെ ആയുധ സംഭരണ ആക്രമണശേഷി ഇല്ലാതാക്കുക കൂടിയാണ്. അതോടൊപ്പം ഇസ്രയേലിനെതിരെ നടക്കുന്ന ഓരോ ആക്രമണവും അത് ഇസ്രയേലിന്റെ സോവറിനിറ്റി അല്ലെ പരമാധികാരത്തിനെതിരെയുള്ള ഒരു ആക്രമണമായി കണ്ടുകൊണ്ട് തന്നെ ഈ കരാറിന്റെ പരിധികൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ഇന്റേണൽ മാറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് ആ യുദ്ധത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ നയം. അതോടൊപ്പം തന്നെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി, ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഇസ്രയേൽ സ്വന്തമായിട്ട് തന്നെ ആയുധങ്ങൾ വികസിപ്പിക്കുകയും അമേരിക്കയുടെ സ്വാധീനത്തിൽ നിന്ന് മുന്നോട്ട് പോകേണ്ട സമയമായിരിക്കുന്നു എന്നൊരു ചിന്ത അവിടെ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ തിരിച്ചറിയുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് യുദ്ധം വന്നാലും ഇല്ലെങ്കിൽ ഇസ്രയേലിന് നേർക്കുള്ള ആക്രമണം ഉണ്ടാവും. അതിൽ നിന്ന് സ്വയം രക്ഷിക്കുകയും സ്വയം ചെറുക്കുകയും ചെയ്യേണ്ടത് ഇസ്രയേലിന്റെ ഉത്തരവാദിത്തമാണ് എന്നൊരവസ്ഥ കൂടി സംജാതമായിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് അനവധി എന്താ പറയുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടേക്ക് അവേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഇത്തരത്തിലൊരു ഓട്ടോണമിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ആംഡ് ഫോഴ്സസ് അല്ലെങ്കിൽ ആംഡ് ആമിനേഷൻ അല്ലെങ്കിൽ ആ പ്രൊക്യൂർമെന്റിനകത്ത് പോലും ഒരു ഓട്ടോണമിയിലേക്കുള്ള ഒരു ചിന്ത വരുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇസ്രായേലിനെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ മേഖലയിലുള്ള രാജ്യങ്ങൾ പലപ്പോഴും ഭയപ്പെടുന്നത് ഇസ്രായേലിൻ്റെ ഒരു എക്സ്പാൻഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. സിറിയയിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കീഴിലാണ്. അതുപോലെ ലെബനോൻ്റെ പ്രദേശങ്ങളുടെ മേലുള്ള ഒരു ക്ലെയിമും ഇപ്പോൾ ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ തിരിയാനുള്ള സാഹചര്യം ഇവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും അതുപോലെയുള്ള ഇവിടെയുള്ള അറേബ്യൻ രാജ്യങ്ങളും നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ സമാധാനം ശാശ്വതമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ തന്നെ ഇസ്രായേൽ എന്നും ഒറ്റയ്ക്കായിരുന്നു, അവരുടെ യുദ്ധങ്ങളും ഒറ്റയ്ക്കായിരുന്നു. അതുപോലെ തന്നെ GCC കൺട്രീസില് വ്യാവസായികവും സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം നടന്നിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന്റെ നയങ്ങളോട് ഒത്തു നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മീഡിയേറ്റർ ആയിട്ടുള്ള ഖത്തറിനെയോ അല്ലെങ്കിലുള്ള രാജ്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരം വ്യവസായവൽകൃത സാമ്പത്തിക ശക്തികളായിട്ടുള്ള ഗൾഫ് കോർപ്പറേഷൻ കൺട്രീസിലെ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി, എക്കണോമിക് പ്രോസ്പെറിറ്റി തുടങ്ങിയവ ഇസ്രയേലിന്റെ നിലനിൽപ്പിലും ഇസ്രയേലിന്റെ ശക്തിയിലും കൂടിയാണ് വ്യാപരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇസ്രയേലിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇസ്രയേലിനെതിരെ ഇസ്രയേൽ ഒരു പരായ സ്റ്റേറ്റ് ആക്കിക്കൊണ്ടോ ഒക്കെ ഉള്ള 70s പോലെയുള്ള ആശയങ്ങൾ ഇനി വിലപ്പോയില്ല. ബിക്കോസ് ഇസ്രയേൽ മാറിക്കഴിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സംവിധാനം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, ആ രാഷ്ട്രം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ GCC കൺട്രീസ് പിന്നെ ഉണ്ടാവില്ല. ഇത് റിയാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇറാനിലേക്ക് തന്നെ തിരികെ എത്തുകയാണ് എങ്കിൽ ഇറാൻ ഇനി ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടാനുള്ള സാധ്യതകൾ ഉണ്ടോ? ഇപ്പോൾ ഈ ആക്രമണങ്ങൾ താൽക്കാലികം മാത്രമാണോ? അവർ യുദ്ധത്തിലേക്ക് ഇനിയും വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമോ? വലിയൊരു യുദ്ധമായിരിക്കില്ല. ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗറില്ല ആക്രമണങ്ങൾ മാത്രമായിരിക്കും IRGCയിൽ നിന്ന് ഉണ്ടാവുക. കാരണം നമ്മൾ നേരത്തെ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ IRGC ഇന്നൊരു യുദ്ധസജ്ജമായിട്ടുള്ള ഒരു സംഘടനയില്ല. പകരം ചിതറിക്കിടക്കുന്ന അനേകം തീവ്രവാദി ഫിദായിൻ സംഘങ്ങളുടെ ഒരു പലതരത്തിലുള്ള ചിതറിപ്പ്, സ്കാറ്റേർഡ് യൂണിറ്റി പോലും ഇല്ല, സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനം അവർക്ക് കിട്ടുന്ന കൽപ്പനകൾ അനുസരിച്ച് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. ഈവൻ ആക്രമണം എടുത്താൽ പോലും ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റിയൊക്കെ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ ഇല്ലാതായി കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് ആകെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഹോർമുസിന്റെ ആ കടന്നു പോകുന്ന ഇടനാഴിയുടെ ചില ഭാഗങ്ങളിൽ അവർക്കുള്ള തന്ത്രപരമായിട്ടുള്ള മേധാവിത്വം ഉപയോഗിച്ചുകൊണ്ട് ഒളിയാക്രമണം നടത്തി ഈ പറയുന്ന എക്കണോമിക് സപ്ലൈ ചെയിനിനെ അപ്സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ നോർമലൈസേഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇസ്രായേലിന്റെ മാത്രം ഹെഡേക്ക് അല്ല, പകരം ഇന്നത് ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക നിലനിൽപ്പിന്റെ സുസ്ഥിരതയും കൂടി ഒരു ശ്രമമായിട്ട്, ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് എടുക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണെന്ന്, ഏറ്റവും വലിയ ഇമ്പറേറ്റീവ് ആണ്. അത് ഇപ്പോൾ UN ആയാലും നാറ്റോ ആയാലും അല്ലെങ്കിൽ ആഫ്രിക്കൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഏത് തന്നെയുള്ള ട്രാൻസ്നാഷണൽ ഓർഗനൈസേഷൻ
പൊളിറ്റീഷ്യൻസ് ആയാലും ഇത്തരം കാര്യങ്ങളെ പറ്റി ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുകയാണ്. കാരണം പൊതുവായ ഒരു റിസോഴ്സ് അതിനെ ചെറുത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഹ്യൂമാനിറ്റിയുടെ അല്ലെങ്കിൽ ഗ്ലോബൽ കൊമേഴ്സിന്റെ മുന്നോട്ടുള്ള ഒരു സുസ്ഥിരതയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്.